നമുക്ക് റീസ്റ്റോക്ക് വന്നേക്കുന്ന കുറച്ച് ഗജി സിൽക്കിൻ്റെ കളേഴ്സ് കാണാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്കൊരു റസ്റ്റ് ടോണാണ്. റസ്റ്റ് അല്ല, ഒരു മെറ്റാലിക് ടോണാണ്. നല്ല ഭംഗിയുള്ള ഒരു ബ്രിക്കിൻ്റെ ഒക്കെ ഒരു ഡാർക്കും ഒരു എന്തോ ഒരു ടൈപ്പ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 320 പെർ മീറ്റർ, 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത്. പ്യുവർ ആയിട്ടുള്ള ഗജി സിൽക്ക്, നല്ല അടിപൊളി മെറ്റീരിയലാണ്. നമുക്ക് ടോപ്പും ബോട്ടോ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ. നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതാണ് നല്ല പ്യുവർ ആയിട്ടുള്ള ഗജി സിൽക്കാണ്. നമുക്ക് പുറമേ നല്ല സിൽക്ക് ഫിനിഷും ഉള്ളിൽ ഇതിൻ്റെ കോട്ടനുമാണ് വരുന്നത്. ഇത് കണ്ടോ, ഉൾഭാഗത്ത് കോട്ടൺ വരും, പുറത്ത് നല്ല സിൽക്ക് ഫിനിഷുമാണ്. അതുകൊണ്ട് നമുക്ക് ബോട്ടം തയ്ക്കാം. വിത്തൗട്ട് ലൈനിങ് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. അടിപൊളി ഷെയ്ഡാണ്. അതിൻ്റെ കറക്റ്റ് ഒരു ഷെയ്ഡ് പറയാൻ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ്. റീസ്റ്റോക്ക് വന്നിരിക്കുന്നതാണ്. 1-2 ഷെയ്ഡ്സും കൂടി ഉണ്ട്, അതും കൂടി പെട്ടെന്ന് കാണാം. അടുത്തത് ഒരു വൈൻ മിക്സ് ആയിട്ടുള്ള ഒരു എന്ത് ടൈപ്പാണ്, ഒരു ഡാർക്ക് ഒരു ബർഗണ്ടി ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. കോഫിയും കറക്റ്റ് ബർഗണ്ടി ഷെയ്ഡാണ്. നല്ല രസമുള്ള ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. ഇത് ടോപ്പും ബോട്ടോ അടിച്ചിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ വെയറിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സെയിം കളർ ദുപ്പട്ട അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് നല്ല കുറച്ച് വർക്കൊക്കെ ഉള്ള കുറച്ച് മിറർ വർക്കൊക്കെ വരുന്ന ദുപ്പട്ടയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പ്രിൻറ്റഡ് ദുപ്പട്ടാസൊക്കെ വെച്ച് പെയർ ചെയ്താൽ അടിപൊളിയായിട്ടുള്ള ഒരു ഗജി സിൽക്കാണ്. മീറ്റർ പ്രൈസ് വരുന്നത് 320, 44 ഇഞ്ചസ് ആണ് വിട്ട്. നല്ലൊരു രാമ ഗ്രീൻ ഷെയ്ഡാണ്. ഇത് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ലൊരു ഗ്രീനിൻ്റെയും ഒരു ബ്ലൂവിൻ്റെയും ബ്ലെൻഡായിട്ട് വരുന്നൊരു പീക്കോക്ക് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു രാമ ഗ്രീൻ്റെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് ഇങ്ങനെ വരും. കോട്ട് സെറ്റ് അടിക്കാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താലും ഇരിക്കും. നല്ല ഫിഗർ ഫിറ്റ് ആയിട്ടിരിക്കും. കുറേ നല്ല നല്ല ഇതുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. 44 ഇഞ്ചസ് ആണ് വിട്ട്. 320 ആണ് പെർ മീറ്റർ വരുന്നത്. നമുക്ക് കോളറിനൊക്കെ പാറ്റേൺ കൊടുത്ത് കോട്ട് സെറ്റ് പോലെ അടിക്കാം. ടോപ്പും ബോട്ടത്തിനും നല്ലതാണ്. ഇല്ലെങ്കിൽ സാധാ സ്ലിറ്റർ ടോപ്പായിട്ട് അടിക്കാം. എ ലൈനും സാരിക്കും കൊള്ളില്ല, കുറേ പേര് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് എ ലൈൻ അടിക്കാനും സാരിക്കും അത്ര പ്രിഫർ ചെയ്യുന്നില്ല. സ്ലിറ്റർ ടോപ്പിന് തന്നെയായിരിക്കും നല്ലത്. ആൻഡ് ഇത് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കളർ ഗാർഡ് യൂസ് ചെയ്താൽ മതി. കളർ ബ്ലീഡ് ആവും. മൊഡാല് പോലെ തന്നെ നമുക്ക് കളർ ബ്ലീഡ് ആവുന്ന മെറ്റീരിയലാണ്. അതുകൊണ്ട് കളർ ഗാർഡ് യൂസ് ചെയ്ത് നമുക്ക് നോർമൽ വാഷ് ചെയ്യാവുന്ന മെറ്റീരിയലാണ്. വാഷ് ചെയ്ത് ഉണങ്ങി ഡ്രൈ ആയതിനു ശേഷം തന്നെ ഒന്ന് അയൺ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. നല്ല മെറ്റീരിയലാണ്. മൈൽഡ് വാഷാണ്, മെഷീനിലൊന്നും ഇടരുത്. മൈൽഡ് വാഷ് ചെയ്ത് കംഫർട്ടൊക്കെ മുക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുമാണ്. അടുത്ത് ബിസ്ക്കറ്റ് ഷെയ്ഡ് നമുക്ക് റീസ്റ്റോക്ക് വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഈ പ്രാവശ്യം കുറച്ചും കൂടി ഒരു മെറ്റാലിക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും അടിപൊളി ഷെയ്ഡാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം തന്നെയായിരുന്നു റീസ്റ്റോക്ക് കൊടുത്തത്, പക്ഷെ കുറച്ചൊരു ഡിഫറൻസിലാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. സോ ഇതാണ് അടുത്ത ഷെയ്ഡ്. 320 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നുള്ളൂ. 44 ഇഞ്ചസ് ആണ് വിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു പ്രത്യേകതരം റോസ് ഗോൾഡിൻ്റെ ഒക്കെ ഒരു കളറാണ് കേട്ടോ. കറക്റ്റ് ഒരു റോസ് ഗോൾഡ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. 44 ഇഞ്ചസ് ആണ് വിട്ട്. 320 പെർ മീറ്റർ. നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാനായിട്ട് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം.